ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ബീട്രൂട്ടും തേങ്ങയൊക്കെ വെച്ച് നല്ല സൂപ്പർ ഒരു ലഡ്ഡുവാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. നല്ല ടേസ്റ്റാണ്, ഒപ്പം നല്ല ഹെൽത്തിയാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. മക്കൾക്കൊക്കെ കൊടുത്താലും നല്ല ടേസ്റ്റാണ്. നമ്മളിതിനകത്ത് മധുരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം ബീട്രൂട്ട് നല്ല പൊടിയായിട്ട് നമ്മുടെ ആ വെജിറ്റബിൾസൊക്കെ അരിയുന്ന ആ ഒരു സംഭവത്തിലിട്ടിങ്ങനെ ഉരച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പിൽ ഒരു 3/4 കപ്പോളം നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഏലക്ക പൊടിച്ചതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ആ ബീട്രൂട്ടിലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. അതിന് വേണ്ടിയിട്ടൊന്ന് 1-2 സെക്കൻഡ് കൂടുതലൊന്നും വേണ്ട, അപ്പോഴത്തേക്കും ആയിക്കോളും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ഇങ്ങനെ ചൂടാകും തോറും നമ്മുടെ ഈ ശർക്കര നല്ലതുപോലെ മെൽറ്റായിട്ട് ഈ ബീട്രൂട്ടിലും തേങ്ങയിലൊക്കെ പിടിക്കാൻ തുടങ്ങുമേ. ഇത് നമുക്കിങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തോണ്ടേ ഇരിക്കാം കേട്ടോ. ഈ വെള്ള കളർ, ആ തേങ്ങയുടെ വെള്ള കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നിടം വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാമേ. ഇപ്പം നമ്മുടെ ആ തേങ്ങയുടെ ആ കളറൊക്കെ അങ്ങ് മാറി ആ ബീട്രൂട്ടിൻ്റെ കളറിലേക്ക് അങ്ങ് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെയും നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ആ ശർക്കരയൊക്കെ ആ ഉരുകിയത് വന്നിരിക്കുന്നതിൻ്റെ ഇതാണ്. ഇനി ഈ ശർക്കര മുഴുവനായിട്ടും നമ്മുടെ ഈ ബീട്രൂട്ടിലും തേങ്ങയിലൊക്കെ പിടിക്കണം. അതുവരെ നമുക്കിതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് വറ്റിച്ചുകൊണ്ടേ ഇരിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം ബീട്രൂട്ടിലേക്കും തേങ്ങയിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ആ വെള്ളം പോലെയൊന്നും നമുക്ക് പാനിൽ കാണാനില്ല. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കൊരു അല്പം ഒന്ന് എടുത്ത് കയ്യിലുരുട്ടി നോക്കാം. ഇതൊരു ബോൾ പോലെ നമുക്ക് ഉരുണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ ആവുന്നില്ലെങ്കിൽ ഒരു 2-3 മിനിറ്റും കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചിങ്ങെടുത്താൽ മതിയേ. ഇപ്പം എൻ്റെ ഇവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഓരോ പിടി, ഞാനിവിടെ ചെറുതാണ് കേട്ടോ എടുക്കണേ, പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ചെറിയ ഇതാണ് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ കയ്യിലൊന്ന് ചെറുതായിട്ട് നെയ്യൊന്ന് നമ്മളൊന്ന് തടവണം. അതിന് ശേഷം ഓരോ പൂളും നല്ലതുപോലെ കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് എടുത്തതിന് ശേഷം 2 കൈയിലും ഇട്ടൊന്ന് ഉരുട്ടിങ്ങെടുത്താൽ മതി കേട്ടോ. ഒരു ലഡുവിൻ്റെ ഷേപ്പിലൊക്കെ. ഇത് വേണമെങ്കിൽ വലിയ റോളായിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഓരോന്നും ഇങ്ങനെ ഉരുട്ടി മാറ്റി വെക്കാം കേട്ടോ. നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് വിട്ടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നല്ലതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം വേണം ഈ കയ്യിലേക്ക് ഇട്ടിങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാം തന്നെ ഇങ്ങനെ ഉരുട്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. വേഗം തന്നെ നമ്മുടെ പണിയൊക്കെ തീരും. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ബീട്രൂട്ടും തേങ്ങയും അധികം വേണം, കുറച്ച് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ. എൻ്റെ ഇവിടെ ഒരു ബീട്രൂട്ട് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും, എനിക്കൊരു 7 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇത്രയും ഉള്ളൂ. അപ്പോൾ കുറച്ചധികം എടുത്താൽ നമുക്ക് കുറച്ചധികമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ.